90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ ചർച്ചയ്ക്കായി പങ്കെടുക്കുന്നു മുസ്ലിം ലീഗ് പ്രതിനിധി മുഹമ്മദ് ഷാ, ഇടത് സഹയാത്രികനായ റജി ലൂക്കോസ്, നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ എന്നിവർ. ആദ്യം റജി ലൂക്കോസിലേക്ക്. റജി ലൂക്കോസ്, ED 5ാം പ്രതിയായി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരെ പ്രതി ചേർത്തിരുന്നു. ഇപ്പോൾ ED കസ്റ്റഡിയിൽ നിന്നും നേരത്തെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയി അറസ്റ്റ് ചെയ്ത് കസ്റ്റംസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു. 23ാം പ്രതിയായി M ശിവശങ്കർ എന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് കസ്റ്റംസ്. മാത്രമല്ല, ഇനി CM രവീന്ദ്രനോട് മറ്റന്നാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ ഹാജരാകാൻ ED ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മൊഴി നൽകാനായി എത്തണം. കസ്റ്റംസും ഈ CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നു. CM രവീന്ദ്രനും സ്വപ്ന സുരേഷുമായി ടെലിഫോൺ വിളികളുണ്ട് എന്നാണ് തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം കസ്റ്റംസും EDയും പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കസ്റ്റംസ് കൂടി പ്രതി ചേർക്കുന്നതിലൂടെ, കസ്റ്റംസ് കസ്റ്റഡിയിൽ നിന്ന് കിട്ടുന്നതിലൂടെ, M ശിവശങ്കറിലൂടെ, CM രവീന്ദ്രനിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം റൂട്ട് തെറ്റാതെ എത്തുകയാണോ? അതല്ല ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണങ്ങൾ വീണ്ടും ഈ അന്വേഷണ ഏജൻസികളുടെ ഈ നടപടികളിൽ ദുരൂഹത ഉണർത്തുകയാണോ? ഡോക്ടർ, തീർച്ചയായിട്ടും ദുരൂഹത ഉണർത്തുന്നത് എന്ന വസ്തുത കേരളം തിരിച്ചറിഞ്ഞിട്ട് നാളുകളായി, മാസങ്ങളായി. അതായത് ഇന്നത്തെ പരാമർശമാണ് ഏറ്റവും വിചിത്രമായ പരാമർശം. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനെ അത് പരാമർശിക്കാതെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് മകൻ എന്ന് പറഞ്ഞ രീതിയിൽ വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ മുഴുവൻ IAS ഉദ്യോഗസ്ഥരെയും, അതായത് ഇന്ത്യയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമായിപ്പോയി. അപ്പം അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി കോടതി അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു, ഇദ്ദേഹത്തിന് ഒരു പദവിയില്ല എന്നുള്ളതും. നമ്മളൊന്ന് മനസ്സിലാക്കണം, അതൊരു കളക്ടറായിരുന്നു, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മുൻ ചെയർമാനായിരുന്നു, അതിലൊക്കെ ഉപരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ എന്തിനാണ് നിങ്ങൾ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തതെന്നുള്ള കോടതിയുടെ പരാമർശം തന്നെ ഏറ്റവും പ്രസക്തമാണ്. അരുൺ, മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇതിലൊക്കെ ഉപരിയായ ഒരു പരാമർശം കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഒരു വലിയ സംശയം കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിതാണ്, 2 തവണ അദ്ദേഹം കസ്റ്റംസിനെ വിളിച്ചതായിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഈ ED കോടതിയിൽ. ആ 2 തവണ കൊടുത്ത റിപ്പോർട്ടിന് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ 3ാമത്തെ പ്രാവശ്യം കോടതി ആവശ്യപ്പെട്ടുകൊണ്ട് സീൽ ചെയ്ത കവറിനകത്ത് അവർ കൊടുത്ത റിപ്പോർട്ടിൽ ഇങ്ങനൊരു പരാമർശം പോലുമില്ല. കോടതി അത് കൃത്യമായി നിരീക്ഷിക്കുകയും ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് 2 തവണ തന്ന റിപ്പോർട്ടിൽ ഇദ്ദേഹം കസ്റ്റംസിനെ വിളിച്ചതായിട്ട് മൊഴി നൽകിയതായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ ഫൈനൽ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് ഈ ഒരു പരാമർശം പോലും ഇല്ലാത്തത് എന്ന ചോദ്യം കോടതി വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചു. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ശിവശങ്കരൻ എന്ന് പറയുന്ന മുൻ IAS ഉദ്യോഗസ്ഥനെ വേട്ടയാടിക്കൊണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയപരമായ രീതിയിലുള്ള കേരള ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാരിനെ മനുഷ്യരുടെ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ഒരു കേന്ദ്ര ഏജൻസി വട്ടം ചുറ്റി നടന്നുകൊണ്ട് ആ ദുരൂഹമായ സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പക തീർച്ചയാണെന്നുള്ളവരും വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ കോടതി നിരീക്ഷിക്കുന്ന ഘട്ടത്തിൽ പോലും ജാമ്യം കൊടുക്കുന്നില്ല, കസ്റ്റഡിയിൽ വിടുക എന്ന അന്വേഷണ ഏജൻസിയുടെ ആവശ്യത്തോട് കോടതി അനുഭാവപൂർണ്ണമായി നിലപാടെടുക്കുകയും ചെയ്യുന്നത് എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ശിവശങ്കർ കുറ്റവിമുക്തനാണെന്നോ കുറ്റവാളിയല്ലെന്നോ ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാനും നമുക്ക് കഴിയില്ല. ചുറ്റുപാടും ഒട്ടേറെ സംശയമുണർത്തുന്ന സാഹചര്യങ്ങളുണ്ട് താനും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വപ്ന സുരേഷുമായി നടത്തിയ ലോക്കറുമായി ബന്ധപ്പെടുത്തിയ ഇടപാടുകൾ. അതാണ് കോടതിയുടെ ഭാഗത്തു നിന്നും നേരത്തെ വിമർശനം ശിവശങ്കർ ഉയർത്തി വരുത്തിയതും. അതായത് ഈ പണമിടപാടിൽ ശിവശങ്കർ ഇടപെട്ടിട്ടുണ്ടെന്ന് ന്യായമായും സംശയിക്കാവുന്ന സാഹചര്യമുണ്ട്. 2 തവണ ലോക്കർ തുറക്കുന്നതിന് തൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിനോട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം ആ പണം എടുത്തു മാറ്റുന്ന കാര്യത്തിലൊക്കെ നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടാവുന്നു. ഇത് ഏത് പണമാണ് എന്ന കാര്യത്തിലാണ് അന്വേഷണ ഏജൻസികൾക്ക് ഇനി ഉറപ്പിക്കാനുള്ളത്. അതിന് തുടർ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അതുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇപ്പോൾ CM രവീന്ദ്രനും കൂടി ഈ കണ്ണിയിലേക്ക് വന്ന് കയറുകയാണ്. ഈ CM രവീന്ദ്രനും ഈ സ്വപ്ന സുരേഷിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനായിരിക്കുമെന്ന ചോദ്യം പ്രധാനമാണല്ലോ. കാരണം മുഖ്യമന്ത്രി നേരത്തെ കൗൺസിൽ ജനറലോട് പറഞ്ഞത് ഈ സർക്കാരിന്റെ പോയിന്റ് ഓഫ് കോൺടാക്ട് ശിവശങ്കർ ആണെന്നാണ്. അന്ന് CM രവീന്ദ്രനെ കുറിച്ച് പരാമർശമില്ല. അല്ല ഡോക്ടർ, ഇതിനകത്ത് 2 വൈരുദ്ധ്യങ്ങളുണ്ട്. ഇപ്പൊ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്കറിന്റെ കാര്യത്തിലുള്ള ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് കോടതി അത് വിമർശിച്ചതാണ്. അതായത് 2018 ഇവർ തമ്മിൽ നടത്തിയ വാട്സാപ്പ് ചാറ്റിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് കോടതിയിലേക്ക് ഇവരെ ലോക്കറിന്റെ പണത്തിന്റെ എന്താ പറയാ അതിദുരൂഹമായിട്ടുള്ള കഥകൾ ഇവർ ചമച്ചത് ഈ പറഞ്ഞ അന്വേഷണ ഏജൻസി. എന്നാൽ 2018 നടത്തിയിരിക്കുന്ന വാട്സാപ്പ് ചാറ്റുമായിട്ട് ബന്ധപ്പെട്ട് 2020 അരങ്ങേറിയിരിക്കുന്ന ഈ സ്വർണ്ണക്കടത്തുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? കോടതി അത് ചോദിച്ചു. അതെങ്ങനെ ഇദ്ദേഹത്തിന് ഇങ്ങനെ ദീർഘദൃഷ്ടിയുണ്ട്? 2 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത് നടത്തുന്നുള്ളവരും തന്നെയുമല്ല അതിനകത്ത് ഏറ്റവും വലിയ അടിസ്ഥാനപരമായ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ചോദ്യം ബഹുമാനപ്പെട്ട കോടതി 4 തവണ ചോദിച്ചു കഴിഞ്ഞു. 4 പ്രാവശ്യം ചോദിച്ചു. ഇവർക്ക് മറുപടിയില്ല.
സീൽ ചെയ്ത കവറിനകത്ത് കൊടുത്ത് ചരിത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ശിവശങ്കരനെ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നതുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന കോടതിയിൽ ഇവർ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ മുഴുവനും. പിന്നെ ജാമ്യം കൊടുക്കാത്തത് ഇവർ ഉന്നയിക്കുന്ന കടുത്ത ആരോപണങ്ങൾ, അത് ആ ആരോപണത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രാവിറ്റി അത് തെളിവില്ലെങ്കിൽ പോലും കോടതിക്കെതിരെ ജാമ്യം കൊടുത്തുകൊണ്ട് നിസ്സഹായാവസ്ഥയെ പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ് സമീപകാലത്ത് നമ്മുടെ എല്ലാ കോടതികളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോടതി കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു. ഈ മനുഷ്യന്റെ പേരിൽ പറയത്തക്ക രീതിയിലുള്ള ഒരു തെളിവ് ഈ നിമിഷം വരെ കൊടുക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ പറയുന്ന ഓഡിയോ. അതായത് നമ്മുടെ സ്വപ്ന സുരേഷിന്റേതായ ഒരു ഓഡിയോ പുറത്തു വന്നിരിക്കുന്നു. ആ ഓഡിയോയെ കുറിച്ച് ഇപ്പൊ പല വ്യാഖ്യാനം ഉറപ്പാണോ സ്വപ്ന സുരേഷിന്റെ ആണെന്ന്? അല്ല, എനിക്ക് ഉറപ്പ് പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് 3-4 മാസമായിട്ട് സ്വപ്ന സുരേഷിന്റെ മൊഴി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എത്രയോ ചർച്ചകൾ ഈ ചാനൽ ഉൾപ്പെടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. അതൊക്കെ കോടതിയുടെ മുമ്പിൽ അന്വേഷണ ഏജൻസികൾ കൊടുത്ത മൊഴികളാണ്. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞു. ആ മൊഴികളെ പറ്റിയുള്ള നിജസ്ഥിതികൾ എങ്ങനെയാണ് നമുക്ക് നിജസ്ഥിതി നമ്മൾ നിരൂപിച്ചിട്ടില്ല. ആ മൊഴികൾ കോടതിയുടെ മുൻപിൽ അന്വേഷണ ഏജൻസികൾ ഓരോ സമയത്ത് കൊടുക്കുന്ന മൊഴികൾ നമുക്ക് കിട്ടുന്നു. ആ മൊഴികൾ രേഖാപ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ ശബ്ദരേഖയിൽ അങ്ങനെ സ്വപ്ന സുരേഷിൻ്റെതാണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ടൊന്നുമില്ലല്ലോ. മാത്രമല്ല അതിപ്പോൾ അന്വേഷണത്തിന്റെ ഘട്ടത്തിലുമാണ്. എങ്കിലും റജി ലൂക്കോസ് ചോദിച്ച 2 വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. രഞ്ജിത്ത് മാരാർ, ഇതിലൊരു ന്യായമായ ഒരു നിയമസംശയം ഉണ്ടാവുന്നത്, ഇദ്ദേഹം ഒരു വളരെ സീനിയറായ സിവിൽ സർവൻ്റാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, IT സെക്രട്ടറിയാണ്, നേരത്തെ ജില്ലാ കളക്ടർ പദവിയിലുണ്ടായിരുന്നു, വൈദ്യുതി ബോർഡിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ഒട്ടനേകം പദവികൾ വഹിച്ചൊരു സീനിയർ സിവിൽ സർവൻറ്റിനെ ഇങ്ങനെയൊരു കേസിൽ കസ്റ്റംസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശങ്കരൻ നായർ മകൻ ശിവശങ്കർ എന്ന് മാത്രം വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതായത് ഇദ്ദേഹം അധികാരം ദുർവിനിയോഗം ചെയ്തിട്ടില്ല എന്ന പ്രാഥമികമായ തോന്നലിൽ നിന്നാണോ ഒരു ശിവശങ്കരൻ്റെ മകൻ ഈ ശിവശങ്കർ ഈ കേസിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുടെ സാഹചര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു എന്നൊരു നിഗമനത്തിലേക്ക് കസ്റ്റംസ് എത്തുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ പറയാത്ത? ഇന്ന് കോടതി ആവർത്തിച്ച് ചോദിക്കുകയും വിമർശിക്കുകയും ചെയ്ത പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു അത്. രഞ്ജിത്ത്, ചോദിക്കുമ്പോൾ ഏത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കസ്റ്റഡി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ റിമാൻഡ് ചോദിക്കും, പോലീസ് അവരൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്യണം എന്നുള്ളത് ക്രിമിനൽ റൂൾസ് പ്രാക്ടീസ് മാൻഡേറ്റ് ചെയ്യുന്നു. ആ മാൻഡേറ്റ് ചെയ്യുന്നതിൽ നിന്നാണ് അവരുടെ ഒരു അഫിഡവിറ്റ് വരുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് അത് മതി എന്നുള്ളത് കണക്കാക്കിക്കൊണ്ടിട്ടായിരിക്കും ബാക്കിയുള്ളതിൽ എന്താണ് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. അതൊക്കെ പക്ഷെ അതൊരു വലിയൊരു സംഭവമായിട്ട് എനിക്കറിയില്ല. അത് കേസിന്റെ മെറിറ്റിനെ എങ്ങനെ അല്ല, എൻ്റെ ഒരു സംശയം അതല്ല, ഒരു അധികാര ദുർവിനിയോഗം കൂടി ഈ കേസിലുണ്ടെന്നുള്ളതാണല്ലോ അന്വേഷണത്തിന്റെ ഭാഗമായി പറയുന്നത്. ഇദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകളാണ് സ്വർണ്ണക്കടത്തിലേക്കൊക്കെ നയിച്ചതെന്നും ED പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിന്റെ സൂത്രധാരൻ ഇദ്ദേഹമാണെന്നുമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഔദ്യോഗിക പദവി മെൻഷൻ ചെയ്യാതെ പോകുന്നത് എന്തിനായിരിക്കും? ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നുള്ളതൊക്കെ കസ്റ്റംസിന്റെ ഇതിൽ വരുന്നില്ലല്ലോ. കസ്റ്റംസിനെ സംബന്ധിച്ചോളം അവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒഫൻസസ് സെക്ഷൻ 135 കസ്റ്റംസ് ആക്ടിലുള്ള ഒഫൻസസ് ആണ് അവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കോൺസ്പിറസി നടന്നിട്ടുണ്ടോ ഇതെല്ലാമാണ് അവർ നോക്കേണ്ടതും. അവർക്ക് അതിനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. ഇപ്പൊ PC ആക്ടിലെ ഒഫൻസസ്, അതായത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ ഒഫൻസസ് ആണ് അദ്ദേഹത്തിന്റെ പദവികൾ ദുരുപയോഗം ചെയ്ത് എന്തെങ്കിലും ഒരു നഷ്ടം ഗവൺമെന്റിനോ അതെ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കി എന്നുള്ളതൊക്കെ നോക്കേണ്ടത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ കീഴിൽ വരുന്ന ഒഫൻസസ് ആണ്. അത് കസ്റ്റംസിന് നോക്കാനുള്ള കപ്പാസിറ്റിയോ അവർക്കത് നോക്കാനുള്ള പവറോ ആക്ട് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് കൺസേൺഡ് ആവണമെന്നില്ല. അതുകൊണ്ടിട്ടായിരിക്കും അവരത് വിട്ടുപോയിട്ടുണ്ടാവുക. ഒരു കാര്യം കൂടി രഞ്ജിത്ത്, ഒരു നിയമപ്രശ്നമായതുകൊണ്ടാണ് ഇപ്പോൾ ഈ കസ്റ്റംസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽ സ്വപ്ന സുരേഷ് EDക്ക് കൊടുത്ത ഒരു മൊഴി പിന്നെ കസ്റ്റംസിനും കൊടുത്തിരിക്കുന്ന മൊഴി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പ്രകാരം ശിവശങ്കർ സ്വർണ്ണക്കടത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഇതിൽ EDക്ക് കൊടുത്ത മൊഴിയാണ് കസ്റ്റംസിന് പിന്നീട് കൈമാറുകയും ചെയ്യുന്നത്. അതാകട്ടെ എവിഡൻഷ്യലി വാല്യൂ ഉള്ളതുമാണ്. സ്വർണ്ണക്കടത്തിൽ ശിവശങ്കർ സഹായിച്ചിട്ടുണ്ട്, നയതന്ത്ര ബാഗേജ് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സ്വപ്ന സുരേഷ് EDയോട് പറഞ്ഞതായി പറയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകളൊന്നും കൊടുത്തിട്ടില്ല. ഒരു പ്രതിയുടെ ഇത്തരത്തിലുള്ള ഒരു മൊഴി മാത്രം വെച്ചുകൊണ്ട് ഈ ശിവശങ്കറിനെ എതിരെ ഒരു കേസ് ഫ്രെയിം ചെയ്യുക അത് സാധ്യമാണോ? ഇത് ഫ്രെയിം ചെയ്യാനായിട്ട് ഫൈനൽ റിപ്പോർട്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം ഒരു കാരണമായിട്ടുണ്ടാവും. അവർക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയിലേക്ക് ഒരു ഫൈനൽ റിപ്പോർട്ട് ഒഫൻസസ് നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിലേക്ക് കൊടുക്കാനായിട്ട്. കസ്റ്റംസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ്സിലാണ് അക്യൂസ്ഡിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ
അത് 108ന്റെ കീഴിൽ അത് അഡ്മിസിബിൾ എവിഡൻസ് ആണ്. തിരിച്ച് ഇഡിക്കാണെന്നുണ്ടെങ്കിൽ ഇഡിക്ക് ആ പവേഴ്സ് ഇല്ല എന്നുള്ള രീതിയിൽ വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം പ്രത്യേകിച്ച് ഇപ്പോ ലാർജർ ബെഞ്ചിന്റെ NDPS കേസിൽ, അതായത് മയക്കുമരുന്ന് കേസുകളിൽ ലാർജർ ബെഞ്ച് ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞു, തൂഫാൻ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കേസിൽ സെക്ഷൻ 67 ഇതേപോലെ NCBക്ക് ഒക്കെ കൊടുക്കുന്ന കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ അക്യൂസ്ഡിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇൻഅഡ്മിസിബിൾ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. സെക്ഷൻ 19 അനുസരിച്ചിട്ട് കംപ്ലൈന്റ് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഈ PMLA ഒഫൻസസ് വരുന്നത്. അത് ഫൈനൽ റിപ്പോർട്ട് ആണോ അല്ലയോ എന്നുള്ളതെല്ലാം ഇനി ദിസ് ഹാസ് ടു ബി ഡിസൈഡഡ്, സബ്സിക്വന്റ്ലി ഡിസൈഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് അഡ്മിസിബിൾ ആണോ എന്നുള്ളതെല്ലാം ദിസ് നീഡ്സ് ടു ബി ഡിസൈഡ്. PMLA ആക്ട് എപ്പോഴും എന്താണെങ്കിലും പുതിയ ഒഫൻസസ് ആണല്ലോ. പക്ഷെ കസ്റ്റംസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 108 അത് അഡ്മിസിബിൾ ആണ്. ആ അഡ്മിസിബിൾ ഡോക്യുമെന്റ് വേറെ കേസുകളിൽ, അതായത് ED നടത്തുന്ന കേസുകളിൽ എടുക്കാൻ പറ്റുമോ, അത് അഡ്മിസിബിൾ ആവുമോ എന്നുള്ളതും സുപ്രീം കോടതി ഒരു കേസിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. വേറെ ഇപ്പൊ നമ്മൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പല നമ്മള് നാർക്കോട്ടിക് ഡ്രഗ്സ് കേസുകളും എയർപോർട്ടിലൊക്കെ പിടിക്കുന്ന കേസുകളുണ്ടാവും. അത് പലപ്പോഴും കസ്റ്റംസ് ഒക്കെ ആയിരിക്കും പിടിക്കുന്നത്. അതിന്റെ സ്മഗ്ലിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ബുദ്ധിപരമായിട്ട് 108 വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് അഡ്മിസിബിൾ ആണെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പറഞ്ഞത് കൊണ്ടിട്ട് അവരെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ്സ് റെക്കോർഡ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ത്രൂ കസ്റ്റംസിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിനെ കൊണ്ട് NDPS കേസുകളിൽ മാർക്ക് ചെയ്യണ ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. അത് കോടതികൾ സ്വീകരിക്കാറുമുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞു തീർത്തു പോവാം. അപ്പൊ അങ്ങനെ വരുന്ന നമ്മൾ ചോദിച്ച കാര്യം എന്താ വെച്ചാൽ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് അക്യൂസിന്റെ വാച്ച് മാത്രം ഒരു കേസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. കേസുകളൊന്നും ബിൽഡപ്പ് ചെയ്യാതിരിക്കുകയാണ് എല്ലാ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും നല്ലത്. എന്താണ് വന്നിരിക്കുന്നത്, ഏതാണ് എവിഡൻസ്, അത് വെച്ചിട്ട് കേസുകൾ അന്വേഷിച്ച് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് കൺവിക്ഷനിലേക്ക് വരും. നല്ല രീതിയിലാണെങ്കിലും മോശം രീതിയിലാണെങ്കിലും കേസുകൾ ബിൽഡപ്പ് ചെയ്യാതെ വരട്ടെ എന്നുള്ളതാണ് നമ്മളെല്ലാവരും അതിലേക്കാണ് എത്തിക്കേണ്ടത്. ശരി, ഇനി ഒരു സംശയം കൂടി. ഈ കോൺസ്പിരസി തിയറി ഈ കസ്റ്റംസ് ആക്ടിൽ നിലനിൽക്കുമോ എന്നുള്ളതാണ്. അതായത് ഈ സ്വർണം കടത്തുന്നതിന് വേണ്ടി അതിന്റെ ലാഭവിഹിതം പങ്കിട്ടെടുത്തത് ഈ പറയുന്ന ആളുകളാണ്. സ്വർണം കടത്തിയതുമായി ബന്ധപ്പെടുത്തി, ഞാൻ പറഞ്ഞത് കസ്റ്റംസ് ആക്ടിന് കീഴിൽ മാത്രമാണ് കേട്ടോ. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി ഏജൻസികൾ അന്വേഷിക്കട്ടെ. അപ്പോൾ ഇതിൽ സ്വപ്ന സുരേഷിന്റെ മൊഴി സഹായിച്ചു എന്നത് മാത്രമാണ് ഉള്ളത്. അങ്ങനെ സഹായിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ഇനി അന്വേഷണ ഏജൻസി പ്രൂവ് ചെയ്യണം. അതിന്റെ തെളിവ് എവിടെയെന്നാണ് കസ്റ്റംസിനോട് കോടതി ചോദിച്ചത്. 4 മാസമായി അന്വേഷണം നടക്കുന്നൊരു കേസാണ്. പക്ഷേ കോടതിയിൽ കസ്റ്റംസ് ഈ 4 മാസത്തിന് ശേഷവും ഒരു സാധാരണ കസ്റ്റഡി അപേക്ഷയാണ് നൽകുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം ചൂണ്ടിക്കാട്ടുന്നില്ല. പ്രതി പറഞ്ഞിരിക്കുന്നു ഇയാൾ സഹായിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് എന്ന് കരുതിയാണ് ആവശ്യപ്പെടുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു വിചിത്രമായ ഒരു നടപടിയായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കോടതി അതിനെ നിരീക്ഷിച്ചത് വളരെ വിമർശനത്തോടു കൂടി തന്നെയാണ് കോടതി അത് കണ്ടത്. 4 മാസമായി തെളിവുകളില്ല. 11ാം മണിക്കൂറിൽ നിങ്ങൾ അറസ്റ്റിന് പോകുന്നു. ഇതെന്തുകൊണ്ടാണ് എന്ന് അന്വേഷണ ഏജൻസിയോട് ചോദിക്കുകയാണ്. രഞ്ജിത്ത്, അതിനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബെയിൽ ആപ്ലിക്കേഷൻസ് ഡിസൈഡ് ചെയ്യാണല്ലോ. എല്ലാ ബെയിൽ ആപ്ലിക്കേഷൻസ് പ്രത്യേകിച്ച് കസ്റ്റംസ് ആക്ട് പോലെയുള്ള ഒരു ആക്ടില് ഗ്രേവറായിട്ട് വലിയ ഒഫൻസസ് 7 ഇയേഴ്സിന്റെ ഇംപ്രിസൺമെന്റ് വരുന്ന കേസുകളാണ്, എക്കണോമിക് ഒഫൻസസ് ആണെങ്കിൽ പോലും. അപ്പൊ കോടതിക്ക് എന്തെങ്കിലും തക്കതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ബെയിൽ ആപ്ലിക്കേഷൻസ് ഡിസ്മിസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പേഴ്സണൽ ലിബർട്ടി അഫക്ട് ചെയ്യുന്ന കേസുകളായതുകൊണ്ടിട്ട്. അപ്പൊ കോടതി അത് അന്വേഷിക്കുകയാണ്. എന്തിനാണ് ഇയാളുടെ കസ്റ്റഡി നിങ്ങൾക്ക് ആവശ്യം, എന്തിനാണ് ഇയാളുടെ കൂടുതൽ കസ്റ്റഡി നിങ്ങൾ വച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്രയും നാൾ ചോദ്യം ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി, അത് ഡിസ്ക്ലോസ് ചെയ്തിട്ട് എന്താണെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയൂ എന്നുള്ളതെല്ലാം കോടതി ആരായുകയാണ് ഇപ്പൊ ഇതിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം കേസ് ബിൽഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ജാമ്യം കൊടുക്കും, അത് വേറെ കാര്യമായിരിക്കും. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം കേസ് ബിൽഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റിഗേഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെതിരെ കേസ് മേക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉതകുന്നത് ഒരു കേസിന്റെ മൊഴി സഫീഷ്യന്റ് എന്നുള്ള. ഞാൻ മുഹമ്മദ് ഷായിലേക്ക് കൂടി വരുന്നു. മുഹമ്മദ് ഷാ, ഈ UDF ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം ഇപ്പോൾ കോടതിയിൽ നിന്ന് വിമർശനങ്ങൾ നേരിട്ട് തിരിച്ചു മടക്കേണ്ടി വരുന്ന അവസ്ഥയിലാണോ? ED നേരത്തെ സൂചിപ്പിച്ചു, എന്താണ് നിങ്ങൾ ഈ സീല് വെച്ച കവറിൽ തന്നത്? നേരത്തെ സ്വപ്ന സുരേഷിന്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു എന്ന് പറയുന്നതിന് രേഖകൾ കാണാനില്ല. ഇത് സ്വമേധയാ അവർ തന്നതാണോ എന്നതുപോലും പരിശോധിക്കണമെന്നാണ് ED തൊട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. ഇന്ന് കസ്റ്റംസിനോടും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചോദിക്കുന്നത് എന്ത് തെളിവുണ്ട് നിങ്ങളുടെ കയ്യിലെന്നാണ്. 4-5 മാസമായി ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ടും
ശിവശങ്കരനെ അവസാന മണിക്കൂറിൽ പ്രതി ചേർത്തിട്ട് പോലും വേണ്ടത്ര ഒരു തെളിവ് നൽകാൻ ഏജൻസികൾക്ക് സാധിക്കാതെ പോയി എന്നാണോ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അരുണ, ഇന്ന് കോടതി പറഞ്ഞതും മുൻപ് കോടതി പറഞ്ഞതുമൊക്കെ അന്വേഷണ ഏജൻസികള് ബയസ്ഡ് ആയിട്ട് ആരെയോ കൊടുക്കാൻ അന്വേഷണം നടത്തുന്നത് കൊണ്ടുള്ള ചോദ്യങ്ങളാണെന്നൊക്കെ കരുതിയാൽ അത് തെറ്റായ ഒരു ചിന്തയാണ്. ഇതൊരു ബെയിൽ ആപ്ലിക്കേഷനിലോ കസ്റ്റഡി ആപ്ലിക്കേഷനിലോ ചോദിക്കുന്ന ചോദ്യങ്ങള്, നിങ്ങൾ ഇത്രയും കാലം കസ്റ്റഡി ഉണ്ടായിരുന്നു, അന്ന് എന്ത് കിട്ടി, ഇനി കസ്റ്റഡി എന്തിന്, അതിന്റെ റീസൺ ചോദിക്കുന്നു. ഇതൊരു നോർമൽ ചോദ്യമല്ലേ? പിന്നെ രണ്ടാമത്തെ ഒന്ന്, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ എഴുതാത്തത്? അതിന് വേറെ അർത്ഥങ്ങളും ഉണ്ട്. നിങ്ങൾ കാണുന്ന അർത്ഥം മാത്രമല്ല, അതിന് മറ്റൊരു അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ ആ IAS ഓഫീസറെ പേടിക്കുന്നുണ്ടോ? അയാളെ സംരക്ഷിക്കാൻ നിങ്ങൾ ഇവർ ശ്രമിച്ചിട്ടുണ്ടോ? ഇതുവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദ്യം. അത് ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. ഇങ്ങനെയൊന്നും ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ ആ ഫൈനൽ ചാർജിൽ കോൺക്രീറ്റ് ആയിട്ടൊരു കേസ് ഉണ്ടോ എന്നുള്ളതാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ പല ഡയറക്ഷനിൽ പോയിരിക്കും, പോകണമല്ലോ. എല്ലാ സാധ്യതകളും റൂൾ ഔട്ട് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു കാര്യം സത്യമാണ്, അതായത് ഈ കസ്റ്റംസ് സ്വർണം പിടിച്ചിട്ടില്ല എന്നൊന്നും ഇടതുപക്ഷക്കാർ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വർണം ഏതാനും പിടിച്ചിട്ടുണ്ട്. രണ്ട്, നമ്മുടെ ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്നു, അതിനൊന്നും തർക്കമില്ലല്ലോ. പിന്നെ ശിവശങ്കറും സ്വപ്നയുമായി നല്ല ബന്ധമായിരുന്നു, കുറച്ച് കാലങ്ങളായി നല്ല ബന്ധമുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവർക്ക് അപ്പോയിന്റ്മെന്റ്സും മറ്റു കാര്യങ്ങൾ കിട്ടിയെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. സ്വപ്ന അതിനകത്തൊരു കിങ് പിൻ ആയിട്ടുള്ള ഒരു അക്യൂസ്ഡ് ആണെന്നുള്ളതും തർക്കമില്ല. സ്വപ്നയുടെയും വേണുഗോപാലിന്റെ പേരിൽ ഒരു ലോക്കർ തുടങ്ങി എന്നതൊരു ഫാക്റ്റാണ്. അതിനകത്തു നിന്നും പണം എടുത്തു അല്ലെങ്കിൽ ഗോൾഡ് കിട്ടി എന്നതും ഒരു ഫാക്റ്റാണ്. അത്രയും ഫാക്ട്സ് അവിടെ നിൽക്കുന്നിടത്താണ് നമ്മൾ ശിവശങ്കറിനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങ് പറഞ്ഞത് ഇതെല്ലാം ഫാക്ട്സ് ആണ്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫാക്ട്സ് ആണ്. പ്രേക്ഷകർക്ക് കൂടി അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഈ ലോക്കർ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ 2019 ജൂണിന് മുൻപുള്ള ലോക്കർ അല്ലേ ശ്രീ മുഹമ്മദ് ഷാ? അതായത് ഈ സ്വർണ്ണക്കടത്ത് നടക്കുന്നതിന് മുമ്പ്, ഈ സ്വർണ്ണക്കടത്തിന്റെ സീരീസ് തന്നെ നടക്കുന്നതിന് മുമ്പ് 2020 ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഈ സ്വർണ്ണക്കടത്താണല്ലോ കസ്റ്റംസിന്റെ വിഷയം. അത് നടക്കുന്നത് 2020 ലോക്കർ തുറങ്ങുന്നതും ലോക്കറിൽ നിന്ന് പണം കണ്ടെത്തുന്നതും ലോക്കറിൽ ആ പണം നിക്ഷേപിച്ചിരിക്കുന്നതും ലോക്കർ രണ്ടാമത്തെ ലോക്കർ തുറക്കുന്നതും മൂന്നാമത്തെ ലോക്കറിനെ കുറിച്ചുള്ള അന്വേഷണം എത്തുന്നതുമെല്ലാം ഈ കേസ്, ഈ ക്രൈം ഒക്യൂർ ചെയ്യുന്ന സമയത്തല്ലല്ലോ മുഹമ്മദ് ഷാ. അതുകൊണ്ട് ബാക്കിയൊക്കെ കസ്റ്റംസിന്റെ പരിധിയിൽ വരുന്നത് ശരിയാവില്ലല്ലോ. അല്ല, ഞാൻ ഈ ക്രൈമിലെ പ്രൈം അക്യൂസ്ഡുമായിട്ട് ശിവശങ്കറുമായിട്ടുള്ള ആത്മബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത്തരം ഒരു ലോക്കർ തുടങ്ങുന്നതിന് വേണ്ടി ശിവശങ്കർ ഇനിഷ്യേറ്റ് ചെയ്തു എന്നതാണ്. ശിവശങ്കർ അത് ഓപ്പറേറ്റ് ചെയ്തതിനെ സൂപ്പർവൈസ് ചെയ്തു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളാണ് അന്വേഷണത്തിൽ. ഇതൊക്കെ പൂർണ്ണമായും വരട്ടെ, ഇനി സൂപ്പർവൈസ് ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തുന്നെങ്കിൽ സന്തോഷം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഇവിടെ നടന്നിരിക്കുന്നു. ആ ഇൻസിഡന്റിൽ ഒരു ഏജൻസി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇവരെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. അതിനുശേഷം കസ്റ്റംസ് അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. അവർക്കൊരു മൊഴി പറഞ്ഞിപ്പോ അവരുടെ കസ്റ്റഡി വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആവശ്യപ്പെടുന്ന സമയത്ത് ചോദ്യങ്ങൾക്ക് പല ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ ഇങ്ങനെയാണ്: നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഡെസിഗ്നേഷൻ എഴുതിയിട്ടില്ല? അദ്ദേഹത്തിന് ഒരു മോശം വരുത്താതിരിക്കാനോ, അതോ അദ്ദേഹത്തിന് നിങ്ങൾക്ക് പേടിയായിരുന്നു എന്ന ചോദ്യങ്ങളില്ല. അങ്ങനെ തന്നെ ചോദിച്ചത്, അങ്ങനെ തന്നെയാണ് മുഹമ്മദ് ഷാ ചോദിച്ചത്. ഇന്ന് കോടതി കസ്റ്റംസിനോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഈ സീനിയർ ആയിട്ടുള്ള സിവിൽ സർവന്റായ ഈ ശിവശങ്കരെ നിങ്ങൾക്ക് ഭയമാണോ എന്നും കോടതി കസ്റ്റംസിനോട് ചോദിച്ചു. ഈ മുഹമ്മദ് ഷാ, ഒരു സംശയം, ഈ സ്വപ്ന സുരേഷിന്റെ മൊഴി അല്ലാതെ ഈ കസ്റ്റംസിന്റെ കയ്യിൽ ഈ സ്വർണ്ണക്കടത്തുമായി ഇപ്പോൾ നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന എന്തെങ്കിലും ഉള്ളതായി എനിക്കോ താങ്കൾക്കോ അറിയില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന മൊഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും, കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും മറ്റൊരു ഇടപാടും ശിവശങ്കർ ഈ സ്വർണ്ണക്കടത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഈ ഏതെങ്കിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ടുണ്ടോ? തെളിവില്ല. അത് ED പറയുന്നത് പ്രകാരം 2018-ലും 2019-ലും ഭക്ഷണമടങ്ങിയ കിറ്റ് വരുന്ന സമയത്താണ് എന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. അതുപോലും സീൽ വെച്ച കവറിൽ ED കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ കേസിൽ സ്വപ്ന സുരേഷിന്റെ മൊഴി മാത്രം വെച്ചുകൊണ്ട് പോകുന്നു. ആ മൊഴിയുടെ ആധികാരികത ED കോടതി നേരത്തെ സംശയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ന്യായമായും ഈ 4 മാസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ തെളിവൊന്നും കണ്ടെത്താതെ പോകുന്നത്, ഈ അന്വേഷണ ഏജൻസികൾക്ക് ഈ കേസിൽ നിഗൂഢമായ എന്തോ ഒരു അജണ്ടയുണ്ട് എന്ന് ആരോപിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ? എന്റെ അഭിപ്രായത്തില് അവര് ഇൻവെസ്റ്റിഗേഷനിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന മുഴുവൻ ഡാറ്റാസും എനിക്കും അരുണിനും ഒക്കെ തന്ന് നമുക്ക് ചർച്ചയ്ക്ക് വെക്കാൻ പാടില്ല. അവരുടെ കയ്യിലുള്ള ഡാറ്റ അവരുടെ കയ്യിൽ തന്നെ ഇരിക്കണം. സീൽഡ് കവറുള്ള കാരണം മറ്റൊന്നാണ്, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഓരോ ഡയറക്ഷനിൽ പോകുമ്പോൾ അവരെങ്ങോട്ട് പോകുന്നു എന്നത്
അടുത്ത പ്രതി അറിയാൻ പാടില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരത് ഹൈഡ് ചെയ്യും. ആ ഹൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ അത് ബാധിക്കും. അതുകൊണ്ട് നമുക്ക് തോന്നുന്ന തോന്നൽ വെച്ച് പറയുകയാണ് ഇതിനകത്ത് വേറെ ഒന്നുമില്ല. പക്ഷേ ഇതിനകത്ത് വേറെ ഒന്നുമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഇതെല്ലാം പല കോടതികളും കേസ് ഡയറി വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതും. അല്ല, എൻ്റെ ഒരു സംശയം ഷാ, അതായത് ഈ ജാമ്യം തള്ളുമ്പോഴും കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുമ്പോഴും കോടതി പറയുന്നത് ഇതൊരു ഗൗരവമുള്ള കേസായതുകൊണ്ട് അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നാണ്. എന്തെങ്കിലും തെളിവുണ്ടായിട്ടല്ല. അല്ല, ഈ ഗൗരവം അരുണ ഒരു ഗൗരവമുള്ള ഒരു കേസ് ആയതുകൊണ്ട് എന്നെയും അരുണിനെ നാളെ പിടിച്ചോണ്ട് പോകാൻ പറ്റുമോ? കോടതി ചെയ്തില്ലേ? കസ്റ്റംസ് പറയുകയാണ്, കസ്റ്റംസ് ഇപ്പൊ പറയുകയാണ് സ്വപ്ന സുരേഷ് മുഹമ്മദ് ഷായുമായി സംസാരിച്ചിട്ടുണ്ട്. ആ മുഹമ്മദ് ഷായെ കസ്റ്റഡിയിൽ കിട്ടിയാലേ കൂടുതൽ ചോദ്യം ചെയ്യാൻ പറഞ്ഞു എന്ന് കരുതിയാൽ മുഹമ്മദ് ഷാ എന്ത് ശ്രമിച്ചാലും മുഹമ്മദ് ഷായ്ക്ക് ജാമ്യത്തിൽ പോകാൻ പറ്റത്തില്ല, അതല്ലേ? അങ്ങനെയൊക്കെ കരുതിയാൽ അരുണേ അങ്ങനെയൊന്നും സാധിക്കില്ല. അതിനൊക്കെ കണക്ട് ചെയ്യാനുള്ള എവിഡൻസസ് അവിടെ ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ജാമ്യം നിഷേധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ജാമ്യം അപ്പൊ തന്നെ കിട്ടും. അല്ല, പക്ഷെ അത് ഉത്തരവിൽ പറയണ്ടേ ഷാ? ആ ഉത്തരവിൽ ജാമ്യം നിഷേധിക്കുന്ന ഒരു ഉത്തരവിൽ കോടതി എന്ന് പറയണ്ടേ? സീൽ കവറിൽ കണ്ട പല കാര്യങ്ങളും ഉത്തരവിൽ എഴുതാൻ പാടില്ല. അല്ലല്ല, കോടതി പറയുന്നത് അങ്ങനല്ല. സീൽഡ് കവറിൽ ഇതിനെ തെളിവാക്കുന്ന, ഇത് ബലപ്പെടുത്തുന്ന ഒരു തെളിവുമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കോടതി. സീൽഡ് കവറിൽ ഇല്ലെന്നാ പറഞ്ഞത്. നിങ്ങളൊക്കെ മനസ്സിലാക്കുക, സീൽഡ് കവറിലുള്ള കണ്ടന്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ജഡ്ജ്മെന്റ് എഴുതാൻ പാടില്ല. ഒരു ജഡ്ജി എഴുതാൻ പാടില്ല എന്ന് ജഡ്ജ്മെന്റ് ഉണ്ട്. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ അത് റെഫർ ചെയ്യില്ലല്ലോ. സീൽഡ് കവർ ഇപ്പൊ ഈട് കൊടുത്തിട്ട് കോടതി പറയുകയാണ് ആ സീൽഡ് കവറിൽ ഒന്നുമില്ല എന്ന് എങ്ങനെ കോടതി അതിനകത്ത് വിധി എഴുതും? കോടതി ആ സീൽഡ് കവറിൽ പറഞ്ഞിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ജാമ്യം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷെ അങ്ങനല്ല കോടതി ഇഡിയുടെ കാര്യത്തിൽ പറഞ്ഞത്. ഇഡി സമർപ്പിച്ചിരിക്കുന്ന ഈ സീൽഡ് കവറിൽ അതിന് ഉപബോധബലകമായ ഒരു തെളിവുമില്ല എന്നാണ് പറയുന്നത്. രഞ്ജിത്തിനോട് ചോദിച്ചൊരു കേസ് ഡയറി കണ്ട കോടതി ഇതിന്റെ ഗ്രാവിറ്റി ഇത്രയും ഗ്രാവിറ്റി ഉള്ള മാറ്ററാണ്, അതുകൊണ്ട് തൽക്കാലം ബെയിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രം പറഞ്ഞ് തള്ളലാണ് ശരി. കാരണം അതിനകത്തെ കണ്ടന്റ്സ് ബെയിൽ ആപ്ലിക്കേഷന്റെ ഓർഡറിൽ എഴുതി, റിജക്ഷൻ ഓർഡറിൽ എഴുതി കൊടുക്കാറില്ല. അതെടുക്കാൻ പാടില്ല. കാരണം ആ കണ്ടന്റ്സ് റിവീൽ ചെയ്യേണ്ടെന്ന് അവർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആഗ്രഹിക്കുന്നിടത്തോളം കാലം അതുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് അവർ കുഴപ്പമാണ് കാണിക്കുന്നത് പറഞ്ഞാൽ തെറ്റാണ്. അതിനപ്പുറം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയം കോടതികളുടെ മുമ്പിൽ വന്നതിന് ശേഷവും ഈ ശിവശങ്കറിന് ജാമ്യം കിട്ടുന്നില്ല. അതായത് നമ്മൾ കാണാത്ത കാര്യം കോടതി കണ്ടിട്ടുണ്ട്, നമ്മൾ കാണാത്ത കാര്യം ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫൈനൽ റിപ്പോർട്ട് വരെ വെയിറ്റ് ചെയ്യുക. ഞാൻ പറയില്ല ഒരിക്കലും മുഖ്യമന്ത്രി ഇതിനകത്ത് കൊണ്ട് പിടിച്ച് അദ്ദേഹത്തെ പ്രതിയാക്കി അടങ്ങുള്ളൂ എന്നുള്ള സ്റ്റാൻഡൊന്നും എന്റെ പേരിൽ നിങ്ങൾ മുസ്ലിം ലീഗ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മുസ്ലിം ലീഗ് ആയാലും ഏത് UDF ആയാലും ശരി, ഒരു കാരണവശാലും ഇല്ലാത്ത ഒരാളെ പ്രതി ചേർക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന റജി ലൂക്കോസ്, മുഹമ്മദ് ഷായും രഞ്ജിത്ത് മാരാറും നിയമത്തിന്റെ വഴികളിലൂടെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, അങ്ങനെ വെറുതെ കോടതി കസ്റ്റഡിയിലേക്ക് ഒരു പൗരന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കത്തക്ക രീതിയിൽ വിട്ടുകൊടുക്കില്ലല്ലോ. പൗരന്റെ സ്വാതന്ത്ര്യമാണ് പ്രധാനമായും കോടതി കണക്കിലാക്കുന്നത്. ബെയിൽ എന്നുള്ളത് ഒരു റൂളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമാണ് ഈ പറയുന്ന കോടതി. അതുകൊണ്ട് തന്നെ കോടതി വിമർശിക്കുമ്പോഴും കോടതി മറുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരെഴുതി വയ്ക്കാത്തത്? അത് നിങ്ങൾ ഈ ശിവശങ്കറിനെ ഭയക്കുന്നു, ഈ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് എഴുതാൻ കസ്റ്റംസ് ഭയക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് ശിവശങ്കറെ പോകാൻ ഇടയാക്കിയ സാഹചര്യം കോടതിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതെ കസ്റ്റഡിയിൽ തന്നെ വിടാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അതിനെ നിയമപരമായി വായിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എങ്ങനെ നിഷേധിക്കും റിജി? അല്ല അരുൺ, എനിക്ക് പറയാനുള്ളത് നമ്പിനാരായണൻ 6 or 7 തവണ, അതായത് ഇന്ത്യയുടെ ക്രയോജനിക് ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിക്കുന്നതിന് നിർണായകമായ ആ ഗവേഷണത്തിൽ ഏർപ്പെടുത്തുന്നത് നമ്പിനാരായണൻ 6 or 7 തവണ ഇതിലും ഭയങ്കരമായ രീതിയിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികൾ അന്നത്തെ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് അനുസരിച്ച് ജാമ്യം നിശ്ചയിച്ചു. ഒടുവിൽ 50 ലക്ഷം രൂപ, അതായത് നഷ്ടപരിഹാരം ഈ രാജ്യം കൊടുത്ത് നമ്മൾ മാപ്പ് വരേണ്ട സാഹചര്യമുണ്ട്. അതിൽ കേവലം 2 വർഷം മുമ്പ്. അതുപോട്ടെ, അതിനെക്കുറിച്ചൊന്നും പറയണ്ട. പക്ഷെ 2 കാര്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ ഉൾപ്പെടെയുള്ളവർ മറുപടി വേണം. അതായത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 25 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ മുൻ മുസ്ലിം ലീഗിന്റെ സ്പീക്കർ ബഹുമാനായ ഷാക്കിരി അഹമ്മദ് കുട്ടിയുടെ കൊച്ചുമകനെ പോലും റമീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തു. ഇതിലെ നിർണായകമായ ഒരു പ്രതിയാണ് അദ്ദേഹം. തന്നെയുമല്ല ഈ സ്വർണം കടത്തിവിട്ടിരിക്കുന്ന മുഹമ്മദ് വാരിസ് കഴിഞ്ഞ 3.25 മാസമായിട്ട് ദുബായ്, 4 മാസമായിട്ട് ദുബായിൽ സുഖവാസം കഴിഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ കസ്റ്റഡിയിലെടുത്തിട്ട് ഈ നിമിഷം വരെ പ്രതികളെ, അതായത് കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള നിയമം ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ഒപ്പിട്ടിട്ട് പോലും ഈ നിമിഷം വരെ ഇവിടെ കൊണ്ടുവന്ന് ഈ സ്വർണം ആർക്കയച്ചു, ആരാണ് ഈ സ്വർണം കടത്തിക്കൊണ്ടുപോകുന്നത് എന്നുള്ള ചോദ്യം ചെയ്യാനായിട്ട് ഈ അന്വേഷണ ഏജൻസിയിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. ഏറ്റവും മുഖ്യമായ കാര്യം കസ്റ്റംസ് ആണ്.
കസ്റ്റംസ് അറിയാതെ കൊണ്ട് ഒരു തരി സ്വർണം അതീവ സുരക്ഷാ കേന്ദ്രമായ അന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്നും പുറത്ത് കിടക്കുകയായിരുന്നുള്ളത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷായ്ക്കും ബാക്കിയുള്ള ഈ പാനലിൽ പങ്കെടുക്കുന്ന അരുൺ സൈദുള്ളവർക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഒന്നാം പ്രതി ആരാ? കസ്റ്റംസ് അല്ലേ? ഈ കസ്റ്റംസ് അറിയാതെ കൊണ്ട് എങ്ങനെയാണ് ഈ സ്വർണം പുറത്തു വിടുന്നിരിക്കുന്നത്? ഏറ്റവും പ്രമുഖമായ കാര്യങ്ങൾ ഒന്നേ ഉള്ളൂ. അതായത് കോടതിയുടെ ഒരു ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു നിരീക്ഷണം, 2 തവണ ഈ ശിവശങ്കരൻ കസ്റ്റംസിനെ വിളിച്ച് സ്വാധീനം ചെലുത്തി സ്വർണം പുറത്തു കിടത്തണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന് 2 തവണ റിപ്പോർട്ട് കൊടുത്ത ഇതേ ഏജൻസികൾ 3-ാം തവണ സീൽഡ് കവറിൽ കോടതി നിർദ്ദേശിച്ചനുസരിച്ച് കൊടുത്ത റിപ്പോർട്ടിൽ ഈ ഒരു പരാമർശം പോലും അദ്ദേഹം വിളിച്ചതായിട്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടില്ല, നിങ്ങൾ ഏതെല്ലാം നിയമത്തിന്റെ കാര്യങ്ങൾ കീറി തലനാരിഴ കീറി നിങ്ങൾ ചിന്തിച്ചാലും ഒരൊറ്റ കാര്യം വളരെ വ്യക്തമല്ലേ, 25 പ്രതികൾക്ക് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാതെ കൊണ്ട് ജാമ്യം കൊടുത്ത് കൊടും കുറ്റവാളികൾ പുറത്തു നിൽക്കുമ്പോൾ ഈ ഒരു തെളിവ് പോലും നിങ്ങൾക്ക് ഹാജരാക്കാതെ ഈ നിമിഷം വരെ കോടതി 6 തവണ പരാമർശിച്ച് ഒരു തെളിവ് പോലും നിങ്ങൾ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതും ശിവശങ്കറിനെതിരെ. ആ ശിവശങ്കറിനെ മാത്രം ഈ രീതിയിലുള്ള ജാമ്യം നിഷേധിക്കുന്ന രീതിയിലുള്ള കഥകൾ ചമച്ചുകൊണ്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങളെയും നീതിന്യായ വ്യവസ്ഥയെയും ഈ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുന്നതും. റജി ഒരു നിമിഷം, ഞാനൊന്ന് ഷായിലേക്ക് പോയിട്ട് വരാം. റജി ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ വിളിച്ചിട്ടുണ്ട്, കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ടുണ്ട് ശിവശങ്കർ എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴികളിലൊന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇതിൽ പ്രതികളാകേണ്ടതല്ലേ? അങ്ങനെ ഒരു മൊഴി ഈ പറയുന്ന ശിവശങ്കറിനെ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശിവശങ്കറിനെ ഈ കേസിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു മൊഴി ഉണ്ടെങ്കിൽ ആ മൊഴിയിൽ അപ്പുറത്തൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാകുമല്ലോ. കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ടുണ്ട്. ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഇതുവരെയും ചോദ്യം ചെയ്യാതിരിക്കുകയും ഈ ശിവശങ്കർ വിളിച്ചുവെന്ന് സ്വപ്ന സുരേഷ് പറയുന്ന ആ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ശിവശങ്കറെ മാത്രം കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തതിനകത്തൊരു നീതികേട് കാണുന്നുണ്ടോ മുഹമ്മദ് ഷാ? കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു എന്നതിന്റെ പേരിൽ മാത്രമല്ല ശിവശങ്കറിനെ പ്രതിയാക്കിയതും ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും ഒരു കാരണമാണ്. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, എന്തിനാണ് വിളിച്ചത്, അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അന്വേഷിക്കണം. റജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നമ്പിനാരായണന്റെ കേസിൽ നമുക്കെല്ലാം വേദനയുണ്ട്. നമ്പിനാരായണന് അനാവശ്യമായി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു. പക്ഷേ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ നമ്പിനാരായണന്റെ ഒരു കേസ് ഉണ്ടായി പോയി എന്നതുകൊണ്ട് ഇനി കേരളത്തിൽ നടക്കുന്ന ഒരു കള്ളക്കടത്തും ഒരു നർക്കോട്ടിക്സ് കേസും അന്വേഷിച്ചേക്കല്ലേ. കാരണം നമ്പിനാരായണന്റെ പോലെ ആയിപ്പോയാൽ എന്ത് ചെയ്യും? നമ്മുടെ ബിനീഷ് കൊടിയേരിയൊക്കെ നാളെ നമ്പിനാരായണൻ പോലെ ആയിപ്പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അങ്ങോട്ടൊന്ന് പോയേക്കല്ലേ, അറസ്റ്റ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത്. അന്വേഷിക്കട്ടെ. നമുക്ക് അനാവശ്യമായിട്ട് ഒരാളെ കൊടുക്കരുത്, അത് തർക്കമില്ല. അനാവശ്യമാണെന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പക്ഷേ എവിടെയെങ്കിലും അവർക്ക് ബന്ധമുണ്ടെങ്കിൽ അത് ചോദിച്ചറിഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത എൻ്റെ ഒരു സംശയം, ഞാൻ മുഹമ്മദ് ഷായിലേക്ക് വരാം. രഞ്ജിത് മാരാർ, നമ്മുടെ മുന്നിൽ ലഭ്യമായിരിക്കുന്ന കോടതിയിൽ അന്വേഷണ ഏജൻസികൾ സമർപ്പിച്ചിരിക്കുന്ന മൊഴികളും അതുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റുകളും ഒക്കെയാണ്, കസ്റ്റഡി അപേക്ഷകളും ഒക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൻ്റെ തെളിവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ കഴിഞ്ഞ 127 ദിവസങ്ങളായി നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ശിവശങ്കർ ഈ സ്വർണ്ണക്കടത്തിൽ പങ്കെടുത്തു എന്ന് അന്വേഷണ ഏജൻസികൾക്ക് നേരിട്ട് സ്ഥാപിക്കാൻ പറ്റിയ ഒന്നും ഇത്രയും ദിവസമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതൊരു സ്വർണ്ണക്കടത്താണല്ലോ. ആ സ്വർണ്ണക്കടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികളെ കസ്റ്റംസ് പിടിക്കുകയും പിന്നീട് NIA വന്ന് UAP ചുമത്തുകയും UAPയുടെ ഊരാക്കുടുക്കിൽ നിന്ന് അവർ പോവുകയും കൊഫെപ്പോസ് ചുമത്തിയ 4 പേർ മാത്രം ഇപ്പോൾ കസ്റ്റഡിയിൽ തുടരുകയുമാണ്. അവർ മുൻകരുതൽ തടങ്കലിലാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശിവശങ്കറിനെ ഈ കേസുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാവുന്ന ഒന്നും ഇത്രയും നാളായി അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ കാലയളവ് എന്നുള്ളതൊരു വലിയ കാലയളവല്ല എന്ന് താങ്കളിലെ അഭിഭാഷക ബുദ്ധി പറയുമോ? എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള അരുൺ പറയുമ്പോഴേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇല്ല, പറ്റിയിട്ടില്ല എന്നാണോ പറയണത്? അപ്പൊ പിന്നെ അതായിരിക്കും ശരി. എനിക്കറിയില്ല, കോടതികൾക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. കോടതികൾ അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതികളുടെ പല എവിഡൻസസും കണ്ടു. കോടതികൾ പല ഓർഡേഴ്സ് അരുൺ പറയുന്നതിന് അനുകൂലമായിട്ട് എല്ലാ ഓർഡേഴ്സ് വന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അരുൺ പറയുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പിന്നെ രഞ്ജിത്ത്, അങ്ങനെയല്ല. ED ചോദിച്ചു തെളിവ് എവിടെ? സ്വപ്നയുടെ മൊഴിയുണ്ട്. കസ്റ്റംസിനോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചോദിച്ചു തെളിവ് എവിടെ? സ്വപ്നയുടെ മൊഴിയുണ്ട്. അപ്പോ തെളിവ് എവിടെ എന്ന് ചോദിച്ചാൽ ദാ ഇത് സ്വപ്നയുടെ മൊഴി, ഇതാണ് ഏജൻസികൾ പറയുന്നത്. അതെങ്ങനെ ശരിയാവും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് എങ്കിൽ പോലും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും നീണ്ട ഒരു കാലയളവിൽ സ്വപ്ന സുരേഷ് ഏറ്റവും ഒടുവിൽ കൊടുത്ത മൊഴി മാത്രമാണ് ശിവശങ്കറിനെതിരെ നിൽക്കുന്നത് എന്നിരിക്കെ ഈ നീണ്ട കാലയളവല്ല, അല്ലെങ്കിൽ ഇത്രയും കാലയളവിലുള്ള അന്വേഷണ ഏജൻസികൾക്ക് അത് സാധിക്കാതെ പോയി എന്ന് താങ്കളുടെ ഉള്ളിലൊരു വിമർശനം ഉണ്ടാകുമോ എന്നതാണ് എൻ്റെ ചോദ്യം.
ഇല്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം 2-3 കാര്യങ്ങൾ അതിലുള്ളത്. കാരണം പല സ്റ്റേജസ് ആണ് ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. ഒന്ന് കസ്റ്റംസ് ആക്ടിൽ ആദ്യം ഗോൾഡ് സീസ് ചെയ്തു. ഗോൾഡ് സീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൽ ദർ ഇസ് നോ ഡൗട്ട്. ഗോൾഡ് സീസ് ചെയ്തതിൽ അത് അതിലേക്ക് കണക്ട് ചെയ്തത് കുറച്ച് അക്യൂസിലേക്ക് ഒരു ഫസ്റ്റ് ചാർട്ട് ഓഫ് ഈ ആക്ടസിൽ പാർട്ടിസിപ്പന്റ് ക്രിമിനൽസ് എന്ന് പറയുന്നത്, അതായത് എങ്ങനെ ആക്ട് നടത്താൻ വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറച്ച് പേരിലേക്ക് ആദ്യം ഇൻവെസ്റ്റിഗേഷൻ എത്തി. അവരിൽ നിന്ന് ഫണ്ട് ആര് റൈസ് ചെയ്തു, ആ അന്വേഷണം എത്തി. ആരൊക്കെയാണ് ഇത് കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഉപയോഗിച്ചത്, അതിലേക്ക് എത്തി. ആരൊക്കെയാണ് എയ്ഡ് ചെയ്തത്, അബെറ്റ് ചെയ്തത്, അവർ കോൺസ്പിറസി നടത്തിയിട്ടുണ്ടോ, അതിലേക്ക് എത്തി. ഇനി എത്തേണ്ടത് ED എല്ലാം വന്നിട്ട് ഇതിന്റെ എമൗണ്ട്സ്, അതായത് ഇതിലേക്ക് ഇതിന്റെ യൂസഫക്ട്സ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ്സ്, പ്രോഫിറ്റ്സ് അതെങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതെവിടേക്കൊക്കെ എത്തുന്നുണ്ട്, അതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ CBIയും വേറെ പല ഇൻവെസ്റ്റിഗേഷൻസ്, വേറെ ഏതൊക്കെ മാധ്യമങ്ങൾ ഈ പൈസ കൊണ്ടുവരാൻ അല്ലെങ്കിൽ മണി ലോണ്ടറിങ് നടത്താൻ വേണ്ടിയിട്ട് എത്തിച്ചിട്ടുണ്ടെന്നുള്ളതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു കേസിൽ, ലാർജർ വ്യാപ്തിയുള്ള ഒരു കേസിൽ 127 ഡേയ്സ് ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല. കാരണം പ്രത്യേകിച്ച് NIA ആക്ടിലൊക്കെ 180 ഡേയ്സ് 6 months ഒന്നും ഒരു കാലയളവേ അല്ല. NIA കാര്യത്തിൽ അതെ, NIA കാര്യത്തിൽ ആക്ഷേപവുമില്ല. കാര്യം NIA കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവരിൽ UAP ചുമത്തുന്ന കേസ് ഒരാൾ മാത്രമാണ് നിലനിൽക്കുന്നതെന്നാണ് NIA എടുത്തിരിക്കുന്ന നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാഫി ഒഴികെ ബാക്കി ആർക്കും ഇല്ല. കസ്റ്റംസിന്റെ കേസിൽ ബാക്കിയുള്ളവർക്ക് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ കൊണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കൊടുത്തില്ലേ? അവർക്കത് ബെയിൽ ഡിനൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോലും അവർ താല്പര്യപ്പെടുന്നില്ലല്ലോ. കാരണം അതാണ് എന്റെ സംശയം സർ. ഈ നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കസ്റ്റംസിന് കഴിയാതിരിക്കുക, ഈ പറയുന്ന EDക്ക് കഴിയാതിരിക്കുക, അരുൺ ഇതിൽ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കോൺസ്പിറസിയും അബറ്റ്മെന്റും എല്ലാം അന്വേഷിച്ചു വരുമ്പോഴത്തേക്ക് അതൊരു എല്ലാ കേസുകളും കൂടി ഒന്നിച്ച് നടത്തിയിട്ട് നമ്മളിത് സീൽ പാക്ഡ് ആയിട്ട് ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട്, അത് ഇനി നടക്കാതിരിക്കാനും അത് നടത്തിയിരിക്കുന്ന ആൾക്കാരുടെ ഒരു റീച്ച് അത് ഭയങ്കര കൂടുതലാണ്. അപ്പൊ എനിക്കൊരു സംശയം കൂടെ ഉണ്ട്. അതായത് ഈ കേസ് ഈ 2020 ജൂലൈ മാസം 5-ാം തീയതി എത്തിയ നയതന്ത്ര ബാഗേജിലെത്തിയ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസാണല്ലോ ഇപ്പോൾ കസ്റ്റംസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുൻപ് ഒരു കുറച്ചധികം സ്വർണ്ണക്കടത്തുകൾ നടന്നതായിട്ടും ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സ്വർണ്ണക്കടത്ത് നടത്തി അതിൻ്റെ തൊണ്ടി മുതൽ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് എപ്പോൾ നടത്തിയെന്നോ ആര് നടത്തിയെന്നോ തരത്തിലുള്ള സൂചനകളൊന്നും ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം അതിന് തെളിവുകളൊന്നും ഈ ഏജൻസികളുടെ കൈകളിലില്ല. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് ഈ നയതന്ത്ര ബാഗേജ് കടത്തിയതുമായി ബന്ധപ്പെട്ട കേസാണല്ലോ. വളരെ സ്പെസിഫിക്കലി പറഞ്ഞാൽ 2020 ജൂലൈ മാസം 5-ാം തീയതി അത് അയച്ചതാര് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ റോബിൻസിനെ പിടിച്ചതിലൂടെ ഏകദേശ ധാരണ എത്തി. അയച്ചേക്കുന്ന ആളെ പിടികിട്ടി. ആർക്കയച്ചിരിക്കുന്നു എന്നുള്ളത് ഇനിയും പിടികിട്ടിയിട്ടില്ല. അല്ല, അത് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഫൈനൽ റിപ്പോർട്ട് ഒരിക്കലും ഫയൽ ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒരു കേസ് അല്ലല്ലോ ഇത്. ഈ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടിട്ട് അതിന്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബെനിഫിറ്റ് കിട്ടിയത് കൊണ്ടിട്ടാണ് അവർ സ്റ്റാറ്റ്യൂട്ടറി ബെയിലിൽ വന്നിരിക്കുന്നത്. ഇനി അവർ ഇതുപോലത്തെ കേസുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രിവെന്റീവ് ഡിറ്റൻഷന് വേണ്ടിയിട്ട് കോഫപ്പേഴ്സ മൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ലാർജർ എക്സ്റ്റെന്റിൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട്. ഈ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഓഫീസാണ് ഈ ഒഫൻസസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കണമെന്നുള്ള അലിഗേഷൻസ് ഉണ്ട്. ഞാൻ ചെയ്തു എന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഏജൻസീസ് അത് പറയുന്നുണ്ടാവുമായിരിക്കും നമുക്ക് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ ആ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണ സമയത്ത് പല സമയത്തും നമ്മൾ പല രീതിയിൽ ഇൻവെസ്റ്റിഗേഷനെ ഹിൻഡർ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടു. CCTV റെക്കോർഡ്സ് ഡാമേജ് ചെയ്തു, ഫയൽ റെക്കോർഡ്സ് ഡാമേജ് ചെയ്തു, ആരൊക്കെ സെക്രട്ടറി കിട്ടാൻ ബുദ്ധിമുട്ട്. അതെ, അങ്ങനെയുള്ള പല രീതിയിൽ കണ്ടു. ഇനി എവിടുന്നാണ് ഈ മണി ലോണ്ടറിങ് വന്നിരിക്കുന്നത്, ഏത് രീതിയിലാണ് ഇതിന്റെ ഫണ്ട് ചെയ്തിരിക്കുന്നത്, എവിടേക്കാണ് പോയെന്നുള്ളതെല്ലാം അന്വേഷിക്കുമായിരിക്കും. ഇതിൽ NIA പറയുന്നത് പ്രകാരം ആദ്യം ED കൊടുത്തിരിക്കുന്ന കോടതിയിൽ കൊടുത്തിരിക്കുന്ന രേഖകൾ പ്രകാരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പണമാണ് ഈ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ്. പിന്നീട് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കോഴപ്പണമാണെന്ന് ED നിലപാട് തിരുത്തി. പക്ഷേ ഇപ്പോഴും NIA കസ്റ്റംസും ആദ്യ നിലപാടിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. അതായത് ഈ സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായി കിട്ടിയ ലാഭമാണ് 1 കോടി രൂപ, 64, 36 എന്നിങ്ങനെ 2 ലക്ഷം, 64 ലക്ഷവും 36 ലക്ഷവുമായി 2 ലോക്കറുകളിൽ നിന്ന് കണ്ടെത്തിയ തുകയെന്ന് NIA കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അത് കോഴപ്പണമാണ്, അത് ലൈഫ് മിഷനിലെ പണമാണ് എന്ന് ED പറയുന്നതും ഈ കേസിലെ വൈരുദ്ധ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ വൈരുദ്ധ്യങ്ങളുടെ ഒന്നും ആനുകൂല്യം ശിവശങ്കറിന് ലഭിക്കുന്നില്ലേ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊരു നമ്പിനാരായണനായി മാറുകയാണോ ശിവശങ്കർ എന്നതാണ് ചോദ്യം.
പക്ഷേ ഇവിടെ ഇത്രയും ദിവസമായിട്ടും വേണ്ടത്ര ബലപ്പെടുന്ന തെളിവുകൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ കസ്റ്റംസിന് കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇടത് സഹയാത്രികനായ റജി ലൂക്കോസ്, ഇതിൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നമ്പിനാരായണന്റെ കേസുമായി ഇതിനെ ബന്ധപ്പെടുത്തുന്നതിൽ ഒരു അപാകതയുള്ളത്, ഈ കേസിൽ സംശയകരമായ ചില കാര്യങ്ങൾ ശിവശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് ഈ സർക്കാരിന് ബോധ്യമുള്ള കാര്യങ്ങൾ, ഈ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിലെ വിജിലൻസിന് തന്നെ ഈ ശിവശങ്കർ ചില ക്രമക്കേട് കാട്ടിയിട്ടുണ്ടെന്ന പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ഗൂഢാലോചന നടത്താനുള്ള സ്ഥലം എടുത്തു കൊടുത്തത്, അവരുമായിട്ടുള്ള നിരന്തര ഇടപെടലുകൾ ഉണ്ടായത്, ഒരു ലോക്കർ എടുത്തു കൊടുക്കുക. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയ്യേണ്ട ജോലിയാണോ? ഒരു IT സെക്രട്ടറി ചെയ്തു കൊടുക്കേണ്ട ജോലിയാണോ? ഇവരുടെ നിയമനം പോലും വ്യാജബിരുദമാണെന്നത് തിരിച്ചറിയാതെ വ്യാജ നിയമനം നടത്തി സ്വപ്ന സുരേഷിന് ഒരു കൃത്യമായ കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്തു. താങ്കൾ ശ്രദ്ധിക്കേണ്ടത്, സ്വപ്ന സുരേഷ് ഈ കള്ളക്കടത്തിന്റെ സീരീസിൽ പങ്കാളികളാകുന്നത് ലഭ്യമായ തെളിവ് വെച്ച് IT പാർക്കിലെ ഈ സ്പേസ് പാർക്കിലെ കൺസൾട്ടന്റായി എത്തുന്നതിന് ശേഷമാണ്. അതുവരെ അവർ കള്ളക്കടത്തിൽ ഏർപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അപ്പോൾ അതിനിടയാക്കിയ ആൾ ശിവശങ്കരനാണെന്നിരിക്കുമ്പോൾ കുറച്ച് ദിവസം കസ്റ്റഡിയിലിരുന്ന് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാകേണ്ടി വരും. അതാണ് കോടതി നിരീക്ഷിക്കുന്നത്. റജി, അല്ല അരുടെ ഇതിനകത്ത് ഏറ്റവും രസകരവും വിചിത്രമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, സ്വപ്ന സുരേഷിനുമായിട്ട് പുറത്ത് ചില മാധ്യമങ്ങൾക്കും BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനും ഇവിടുത്തെ അന്വേഷണ ഏജൻസിക്ക് ചോർത്തി കൊടുക്കുന്ന ചില മൊഴികളെ കുറിച്ചുള്ള വൈരുദ്ധ്യങ്ങൾ തന്നെ ഇവിടെ ചർച്ചാ വിഷയമാക്കേണ്ടതാണ്. ഈ സ്വപ്ന സുരേഷിന്റെ കാര്യത്തിൽ പോലും കൃത്യമായ രീതിയിൽ ഈ സ്വർണ്ണക്കടത്ത് നടത്തിയതിനെ കുറിച്ചുള്ള തെളിവുകൾ കൃത്യമായ രീതിയിൽ കോടതിയിൽ ഹാജരാക്കാനായിട്ട് ഇതുവരെ ഈ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത്. തന്നെ നേരത്തെ അരുൺ സൂചിപ്പിച്ചൊരു വസ്തുത. ഒരു നിമിഷം റജി ലൂക്കോസ്, ഈ സ്വപ്ന സുരേഷ് ഈ ജൂലൈ മാസം 5-ാം തീയതി ഈ കോൺസുൽ ജനറലിനെ വിളിച്ചതും അനിൽ നമ്പ്യാരെ വിളിച്ചതും ഒക്കെ എന്തിനായിരുന്നു? അനിൽ നമ്പ്യാരെ സ്വപ്ന സുരേഷ് വിളിച്ചതായിട്ടില്ല. അനിൽ നമ്പ്യാർ സ്വപ്ന സുരേഷ് അങ്ങോട്ട് വിളിച്ചു, പിന്നെ തിരിച്ച് സ്വപ്ന സുരേഷ് തിരിച്ചു വിളിച്ചു. അങ്ങനെ 2 ഫോൺ കോളാണ് പോയിരിക്കുന്നത്. ആദ്യം വിളിച്ച അനിൽ നമ്പ്യാരാണ്. അനിൽ നമ്പ്യാരെ വിളിച്ച ലക്ഷ്യം വളരെ വ്യക്തമായില്ലേ? അതായത് ഇത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അല്ല വന്നിരിക്കുന്നത്, സാധാരണ രീതിയിലാണ് ഈ സ്വർണം വന്നിരിക്കുന്നത്, അത് എഴുതി കൊടുക്കാൻ ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സ്വപ്ന സുരേഷിനെ ബാംഗ്ലൂരിലേക്ക് കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയാന്നുള്ളത് ഇവിടെ തെളിവ്. റജി ലൂക്കോസ്, അത് ആരുടെ മൊഴിയിലാണുള്ളത്? സ്വപ്ന സുരേഷിന്റെ മൊഴിയിലല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് അത് സ്വപ്ന സുരേഷിന്റെ മൊഴിയിലുള്ളതല്ലേ? മൊഴിയിൽ മാത്രമല്ല, അതിന്റെ കോൾ രേഖകൾ പുറത്തു വന്നിരിക്കുന്നു. അല്ലല്ല, എന്ത് പറഞ്ഞു എന്നുള്ളതിന്റെ ഫോൺ രേഖകൾ വന്നിട്ടില്ല. അത് സ്വപ്ന സുരേഷ് പറഞ്ഞതല്ലേ? അല്ല, ഞാൻ പറഞ്ഞ കോൾ ലിസ്റ്റ്. അതേ സ്വപ്ന സുരേഷാണ് M ശിവശങ്കറിന്റെ കാര്യത്തിലും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സ്വപ്ന സുരേഷ് പറയുന്നത് അനിൽ നമ്പ്യാരിന്റെ കാര്യത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശിവശങ്കറിന്റെ കാര്യത്തിലും താങ്കൾ വിശ്വസിക്കേണ്ടി വരും. അല്ല, ഞാൻ പറഞ്ഞ സ്വപ്ന സുരേഷ് മാത്രം പറഞ്ഞ കാര്യങ്ങളില്ല. അനിൽ നമ്പ്യാർ അങ്ങോട്ട് വിളിച്ചതിന്റെ കൃത്യമായ രീതിയിലുള്ള കോൾ ലിസ്റ്റ് 24 സഹിതം അത് പുറത്തുവിടും. നിങ്ങളാണെന്ന് അത് ബ്രേക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ സക്കീർ ആന്റണിയാണ് അന്നത് ബ്രേക്ക് ചെയ്യുന്നത്. അല്ലല്ല, അതിന്റെ കാരണമായി അനിൽ നമ്പ്യാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? താൻ വിളിച്ചത് ഒരു പത്രപ്രവർത്തകനാണ് എന്ന രീതിയിലാണ്. അത് എന്തായാലും കസ്റ്റംസിന് ബോധ്യപ്പെട്ടു. പക്ഷേ കസ്റ്റംസിന് അത് ബോധ്യപ്പെട്ടിട്ടും കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി എന്നുള്ളതാണ് അതിലെ കൗതുകകരമായ കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എന്റെ ചോദ്യം അതല്ല. ഈ സ്വപ്ന സുരേഷിനും ഈ പറയുന്ന കടത്തു സംഘങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ഉണ്ടായിരുന്ന ആത്മബന്ധം വളരെ പ്രധാനപ്പെട്ട നിർണായകമായ കാര്യമാണ്. അതും തൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു IT സ്പേസ് പാർക്കിൽ കൺസൾട്ടൻ്റായി താൽക്കാലിക ജോലി ചെയ്യവെയാണ് ഈ സ്വർണ്ണക്കടത്ത് സീരീസിൽ ഇടപെട്ടത് എന്നുള്ളതാണ് സ്വപ്ന സുരേഷിൻ്റെയും ശിവശങ്കറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യ തെളിവ്. അത് മറന്നുകൊണ്ട് നമുക്ക് ചർച്ച നടത്താൻ കഴിയില്ലല്ലോ. ഇല്ല, ഞാനത് മറക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു തെറ്റായ വാർത്ത വന്നപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയും ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയ്ത് അന്വേഷിച്ച് 9-ാം ദിവസം അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു. സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അദ്ദേഹത്തിന് നൽകി കഴിഞ്ഞു. അത് വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. പക്ഷെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട 2 വൈരുദ്ധ്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ചേർത്ത് വായിക്കണം. ഒന്ന്, 2018 ഇവർ നടത്തിയിരിക്കുന്ന വാട്സാപ്പ് ചാറ്റുകൾ 2019 2018 വാട്സാപ്പ് ചാറ്റാണ് ഇവരുടെ തെളിവായിട്ട് പുറത്തു കൊടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അന്നത്തെ സ്വർണത്തിന്റെ ലാഭമാണ് ഇപ്പോൾ 2020 ലോക്കർ തുറന്നപ്പോൾ കിട്ടിയ 1 കോടി രൂപ. 2 തവണ റിപ്പോർട്ട് കൊടുത്തു ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ്. 3-ാമത്തെ തവണ കൊടുത്ത റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് വിഴുങ്ങിയിട്ട് പറഞ്ഞിരിക്കുന്നു ലൈഫ് മിഷന്റെ കമ്മീഷനാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കോടതി അതിനെ നിശ്ചിതമായിട്ട് വിമർശിച്ചു. നിങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള നിലപാടുകളില്ലെന്നാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കോടതി ആരാഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല, ഈ റബ്ബീസ് എന്ന് പറയുന്ന കസ്റ്റഡിയിലെടുത്തില്ലേ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതിന്റെ ഫലമായിട്ട്
ഈ കഴിഞ്ഞ 1.25 മാസമായിട്ട് ഈ മനുഷ്യന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്തിട്ട് എന്താണ് ലഭിച്ചിരിക്കുന്നത്? ആർക്കാണ് ഈ സ്വർണം കൊടുത്തിരിക്കുന്നത്? ആര് മുഖാന്തരമാണ് ഈ സ്വർണം വന്നിരിക്കുന്നത്? ഏത് വിധ്വംസക പ്രവർത്തകരുടെ കയ്യിലേക്ക് സ്വർണം പോയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തതിന്റെ എന്തെങ്കിലും മൊഴി ഏതെങ്കിലും ഒരു കോടതിയിൽ ഈ അന്വേഷണ ഏജൻസി കൊടുത്തിട്ടുണ്ടോ? അതറിയാനായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബാധ്യതയില്ലേ, ആകാംക്ഷയില്ലേ? എന്തുകൊണ്ടാണ് അയാളെ കുറിച്ചുള്ള അല്ല, ആ ആകാംക്ഷയ്ക്കപ്പുറം ആ അന്വേഷണ ഏജൻസിക്ക് റെബിൻസിനെ കിട്ടിയിട്ട് ഇത്രയും ദിവസമേ ആയുള്ളൂ, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ തെളിവ് റെബിൻസിന്റെ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കൊടുക്കുമായിരിക്കും കോടതിയിൽ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ റെബിൻസിനെ കൂടി റെജി ലൂക്കോസ് ന്യായീകരിക്കാൻ നിൽക്കരുത്. കാര്യം റെബിൻസിന്റെ പേരിലുള്ള കേസ് അത്ര വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഇപ്പോൾ സ്വപ്ന സുരേഷിക്കെതിരെ എന്ത് തെളിവുണ്ടെന്ന് അങ്ങ് ചോദിക്കുമ്പോൾ സ്വപ്ന സുരേഷിനെതിരെ നിരവധി തെളിവുകളുണ്ട്. അത് ശിവശങ്കറിലേക്ക് കണക്ട് ചെയ്യുന്ന സാഹചര്യ തെളിവുകളുമുണ്ട്. പക്ഷേ നേരിട്ടുള്ള തെളിവ് എവിടെയുണ്ടെന്ന കോടതിയുടെ ചോദ്യത്തിനാണ് കസ്റ്റംസ് ഉത്തരം കണ്ടെത്താതെ പോയത്. ഞാൻ തിരിച്ചു വരാം അങ്ങയിലേക്ക്. എനിക്ക് ഷായിലേക്ക് കൂടി ഒന്ന് പോകണം. മുഹമ്മദ് ഷാ പറഞ്ഞോളൂ, തീർത്തോളൂ. എനിക്കൊരു കാര്യം, ഞാൻ റെബിൻസിനെ ന്യായീകരിച്ചല്ല. റെബിൻസ് കൊടും കുറ്റവാളിയാണ്. റെബിൻസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? അയാളെ ചോദ്യം ചെയ്യലെന്ന് അയാളുടെ മൊഴി എന്താണ്? ഈ നിമിഷം വരെ പുറത്തുവിടാത്ത എന്തുകൊണ്ടാണ്? അവിടെ ശിവശങ്കർ ഇങ്ങനെ മൊഴിഞ്ഞു, അതുപോലെ തന്നെ സ്വപ്ന ഇങ്ങനെ മൊഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി നുണകൾ ചാർത്തിയ, കോടതിയുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഈ അന്വേഷണ ഏജൻസികൾ ചോദ്യം തന്നെയാണ്. അതെന്തായാലും കോടതിയുടെ മുമ്പാകെ അന്വേഷണ ഏജൻസി നൽകട്ടെ. എൻ്റെ ഒരു സംശയം, ശ്രീ റെജി ലൂക്കോസ്, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ശിവശങ്കറാണ് കോൺസുൽ ജനറലും സർക്കാരുമായുള്ള ബന്ധമെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സ്റ്റാഫിൽപ്പെട്ട ഈ CM രവീന്ദ്രൻ എന്തിനായിരിക്കും സ്വപ്ന സുരേഷുമായി നിരന്തരം ഫോണിൽ സംസാരിച്ചത്? സ്വയം കുരുക്കുണ്ടാക്കി വെക്കുകയല്ലേ CM രവീന്ദ്രൻ ചെയ്തത്? ആ ടെലിഫോൺ രേഖകളാണല്ലോ ഇപ്പോൾ CM രവീന്ദ്രനെതിരെ ED ചൂണ്ടിക്കാട്ടുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ CN രവീന്ദ്രൻ എന്ന് പറയുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അവർ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. ആദ്യത്തെ ചോദ്യം ചെയ്യൽ നടന്നില്ല. അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ മാത്രമല്ല ചോദ്യം ചെയ്യാൻ പോകുന്നത്, അവരിനി പലരെയും ചോദ്യം ചെയ്യും. അടുത്ത മാർച്ച് ഏപ്രിൽ വരെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഈ തട്ടിപ്പ് പൊറോട്ട നാടകം നടന്നുകൊണ്ടിരിക്കും. അതിലൊന്ന് തർക്കരിക്കുന്ന കാര്യത്തിൽ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാം പാളിപ്പോകുന്നു. അവസാനത്തെ ശ്രമം നടത്തിയത് പാളിപ്പോയത് എങ്ങനെയാണ്? സ്വപ്ന സുരേഷിന്റെ ഓഡിയോ പുറത്തു വന്നു. അവർ 3 തവണ പറഞ്ഞിരിക്കുന്നു അതിനകത്ത്. ഞാൻ പലരോടും ഈ കാര്യം പലതവണ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ശരി മുഹമ്മദ് ഷാ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ മുഹമ്മദ് ഷാ, ഈ EDയും അന്വേഷണ ഏജൻസികളുമെല്ലാം വളരെ കൃത്യമായ ട്രാക്കിലൂടെ തന്നെ പോകുന്നുവെന്ന് താങ്കളിലെ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരീക്ഷിക്കുന്ന അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾക്ക് ബോധ്യമാവുന്നുണ്ടോ? ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണ് കരുതേണ്ടത്? അന്വേഷണ ഏജൻസികൾക്ക് മതിയായ സമയം ഇനിയും കൊടുക്കാം. താങ്കൾ പറഞ്ഞതുപോലെ 10 ദിവസത്തെ കസ്റ്റഡി വിധിച്ചു, 5 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ രവീന്ദ്രനെ നാളെ ED ചോദ്യം ചെയ്യും. ഇവരെല്ലാവരും അന്വേഷണ ഏജൻസികൾ ഒത്തുവെച്ച്, ഈ തെളിവുകൾ ഒത്തുവെച്ചാണ് ചോദ്യം ചെയ്യലും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ശ്രീ മുഹമ്മദ് ഷാ. അത് അരുൺ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു സംഘം ആളുകൾ ചേർന്നിട്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകളും അല്ലാത്ത ആളുകളും ചേർന്നിട്ട് ഒരു പറ്റം ഒഫൻസാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നത്, സ്വർണ്ണക്കള്ളക്കടത്തെന്ന് പറഞ്ഞ് നമ്മളിപ്പോ കണ്ടു, ലൈഫ് മിഷന്റെ ഇഷ്യൂ കണ്ടു. ഇനി എവിടെയൊക്കെ അവർ കൺസ്പയർ ചെയ്ത് എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു എന്താ പറഞ്ഞ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പാനിയൻഷിപ്പ് ആയിരുന്നു. അവർ നിന്ന് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ചില്ല, ലൈഫ് മിഷന്റെ പണമാണോ അതല്ല കള്ളക്കടത്തിന്റെ പണമാണോ? ഒരുപാട് പണം ഇനിയും കണ്ടെത്താനുണ്ടോ അറിയാൻ പറ്റില്ല. ഇതിന്റെ ഒക്കെ പണം എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് കണ്ടെത്തട്ടെ. അന്വേഷണം നടക്കട്ടെ. റജി പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞത്, റജി പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയെ റോപ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷണ ഏജൻസി നടക്കുന്നു, അതിന് CM രവീന്ദ്രനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി തന്നെയാണോ CM രവീന്ദ്രൻ സ്വപ്ന സുരേഷിനെ വിളിച്ചത്? അത് ED-യുമായിട്ട് ആലോചിച്ചിട്ട് എന്നെ പിടിച്ചോണം എന്ന് ചോദിച്ചിട്ട് വിളിച്ചാണോ? ചോദ്യങ്ങൾ മുൻപിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷണ ഏജൻസികൾ നൽകട്ടെ. നീതിപൂർവകമായ അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രം. അതിന് പിന്നിൽ രാഷ്ട്രീയമായ അജണ്ട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും വിമർശിക്കപ്പെടേണ്ടതാണ്. നന്ദി ശ്രീ മുഹമ്മദ് ഷാ, നന്ദി ശ്രീ രഞ്ജിത്ത് മാരാർ, നന്ദി ശ്രീ റെജി ലൂക്കോസ് ഈ ചർച്ചയിൽ ചേർന്നതിന്.